നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി കലാഭവൻ മണി സ്മാരക പാർക്കിന് മുന്നിൽ ഹൈ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം പൂക്കളും കായ്ക്കളും കൊണ്ട് സമ്പന്നമാക്കി മേലൂർ കുറുപ്പത്തെ അനശ്വര കുടുംബശ്രീ. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി തൃശൂർ ജില്ലാ ടീമിന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി മാരാങ്കോട് ഉന്നതിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും 1,20,000 മുകളിൽ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മാർത്തോമ നസ്രാണി സംഘം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കാക്കനാട് കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ സദസ്സ് നടത്തി. സെപ്റ്റംബർ 11 ദേശവ്യാപക ബാങ്ക് പണിമുടക്ക്. വാർത്തകൾ വിശദമായി. ചാലക്കുടി കലാഭവൻ മണി സ്മാരക പാർക്കിന് മുന്നിൽ ഹൈ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, OS ചന്ദ്രൻ, ഷീഫ സന്തോഷ്, ആനി ഇപ്പോൾ, വിൽസൺ പാണാട്ടുപറമ്പിൽ, റേസൻ ആലൂക്ക, KB ഉണ്ണികൃഷ്ണൻ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ തിലകൻ എന്നിവർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് 2024-25 വർഷവും 2025-26 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 44 മിനിമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് നമുക്ക് അനുവദിച്ചു തന്നത്. ഈ സ്ഥലം കലാഭവൻ മണി പാർക്ക്, നഗരസഭാ ഓഫീസ്, KSEB ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസ്, അങ്ങനെ വിവിധങ്ങളായ സർക്കാർ ഓഫീസുകളും മറ്റും സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കുറേ കാലങ്ങളായി വളരെ ഇരുട്ടിലാണ്ട ഒരു പ്രദേശമായിട്ടായിരുന്നു. ആ ഇരുട്ട് ഒന്ന് അകന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇന്ന് ഇവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിക്കപ്പെട്ടു. എത്രയും പെട്ടെന്ന് നമ്മൾക്ക് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഒരു ചെറിയൊരു കാലതാമസം വന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. പിന്നെ അതിൻ്റെ പോള് വരാൻ ഇത്തിരി വൈകി. അത് സ്ഥാപിക്കാൻ വന്ന നിമിഷം മുതൽ പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട AEയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് നമുക്കിത് വേഗം ഈ ഓണത്തോടനുബന്ധിച്ച് ജനങ്ങൾക്കിത് തുറന്നു കൊടുക്കാനും ഈ പാർക്കിലേക്ക് വരുന്നവർക്കും ഇവിടെ വളരെ ഒരു പ്രകാശമാക്കാനായിട്ട് നമുക്കത് സാധിച്ചു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MLA ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ചാലക്കുടി മുനിസിപ്പൽ പൗരാവലിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്താണ്. ഇനിയും നമുക്ക് ഒട്ടേറെ മേഖലകളിൽ ഇതേപോലെ മിനിമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ വെക്കേണ്ടതുണ്ട്. അദ്ദേഹം അത് തരാമെന്നും ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പാർക്കാണ് കലാഭവൻ മണി പാർക്ക്. ആ പാർക്കിന്റെ മുൻഭാഗത്ത് നമ്മളിന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഹൈമാസ്റ്റ് സ്ഥാപിക്കുന്നതിനായിട്ട് നമുക്ക് ഇന്നിവിടെ ഒരു ഇതിനുള്ള ഫണ്ട് അനുവദിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളത് ബഹുമാന്യമായിട്ടുള്ള ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേരേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം അതിരപ്പള്ളിയിൽ നടന്നു. അതിന് ശേഷം ഇവിടെ എത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയാത്തതിൻ്റെ പേരിലാണ് ബഹുമാന്യമായിട്ടുള്ള ചാലക്കുടി ചെയർപേഴ്സൺ ശ്രീമതി ആലി ഷിബു ഇന്നിവിടെ ചേർന്നത്. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം പൂക്കളും കായ്ക്കളും കൊണ്ട് സമ്പന്നമാക്കി മേലൂർ കുറുപ്പത്തെ അനശ്വര കുടുംബശ്രീ.
മേലൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കുറുപ്പത്ത് ഇറിഗേഷൻ വക സ്ഥലത്താണ് വാർഡ് അംഗം PR പ്രദീപിന്റെ നേതൃത്വത്തിൽ മാതൃകാ കൃഷി ഒരുക്കിയത്. വിളവെടുപ്പ് ഉത്സവം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൈമവതി ശിവൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷിജി വികാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമ്യ വിജിത്ത്, PR പ്രദീപ്, CDS ചെയർപേഴ്സൺ സുജ ജോയ് എന്നിവർ പ്രസംഗിച്ചു. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തൃശൂർ ജില്ലാ ടീമിന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി മാരാങ്കോട് ഉന്നതിയിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൂട്ടം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. കൂട്ടം ചാരിറ്റി സെക്രട്ടറി ഇന്ദ്രപാലൻ തോട്ടത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CG ജോയ് എന്നിവർ മുഖ്യാതിഥികളായി. കൂട്ടം ചാരിറ്റി ഇന്റേണൽ ഓഡിറ്റർ തോമസ് പുലിക്കോട്ടിൽ, ജില്ലാ രക്ഷാധികാരി പോൾ, ജോയ് പള്ളിയാൻ, സന്ധ്യ ദേവിദാസൻ, ബാബു സച്ചുദേവ്, സാബു മൂപ്പൻ, KK സരസ്വതി എന്നിവർ പ്രസംഗിച്ചു. ഓണാശംസകൾ നേരുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ടാണ് കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി ഈ ഓണം ആഘോഷിക്കാനായിട്ട് അവർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ബഹുമാന്യായ മന്ത്രിയോട് സന്ദർശിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് വനംവകുപ്പ് മന്ത്രിയുമായി ഈ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെന്ന് അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പരിഹരിക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യങ്ങൾ കൂട്ടായ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും സുവർണ ബാബു, ജയൻ സൂര്യൻ, ജിഷ്ണു ജയൻ, സന്തോഷമുണ്ട്. ഇന്നിവിടെ വന്നപ്പോൾ തന്നെ നമുക്കറിയാം, MLA സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രയാസമായി ജീവിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ ഈ ഹഷിമാവിൻ ഉന്നതിയിലുള്ളവർ. സ്വന്തമായി പാർപ്പിടമൊന്നും ഇല്ലാതെ തന്നെ വളരെ കഷ്ടത്തിലാണ്. എന്നിരുന്നാലും ഇത്തരത്തില് കൂട്ടം എന്ന സംഘടനയുടെ കുറുപ്പം ജ്യോതി വനിതാ വേദിയുടെ ഓണാഘോഷം സെന്റ് ജെയിംസ് ആശുപത്രി ഓപ്പറേഷൻസ് മാനേജർ TJ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ വേദി പ്രസിഡന്റ് സോഫി ജോയ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലിസി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ വിൻസി ജോഷി, CV ജോയ്, വനിതാ വേദി കോർഡിനേറ്റർ ലീന സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അംഗങ്ങൾ തയ്യാറാക്കിയ പൂക്കളവും ഓണപ്പാട്ടും തിരുവാതിരക്കളിയും ഓണസദ്യയും ചടങ്ങിന് മാറ്റുകൂട്ടി. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിന്റെ ഓണാഘോഷം ചാലക്കുടി താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KG രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് മേരി നളൻ, ബാങ്ക് സെക്രട്ടറി സോയ്പോൾ, ബാങ്ക് ഡയറക്ടർമാരായ ബിജു പുത്തിരിക്കൽ, തോമസ് ഐക്കണ്ണത്ത്, KS അനിൽ, KA ജോയ്, ഉഷ മോഹൻ, ഗിരീശൻ എന്നിവരും വ്യാപാരി വ്യവസായി അസോസിയേഷൻ സെക്രട്ടറി ഗോവിന്ദൻകുട്ടി, ട്രഷറർ ഡേവിസ് വെളിയത്ത്, കൗൺസിലർ റേസൻ ആലൂക്ക, ബാങ്ക് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. എല്ലാവരും വളരെ ആഘോഷത്തോടുകൂടി ആരും ജാതി മതഭേദമല്ല എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. അതിന് എല്ലാവരും കൂടി ഇന്ന് നമ്മുടെ ഈ ബാങ്കിൽ നിങ്ങൾ വിളിച്ചവരൊക്കെ വന്നു, വളരെ സന്തോഷം എല്ലാവർക്കും. അപ്പൊ അദ്ദേഹം 2 വാക്ക് പറഞ്ഞു. മേരിച്ചി നന്ദി പറഞ്ഞ് നമ്മൾ യോഗം സജ്ജിക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഞങ്ങളുടെ ലീഡറുമായ ജോയ് മുട്ടേടൻ, ബഹുമാനപ്പെട്ട ഒരാള് സാറ്, പിന്നെ ബാങ്കിന്റെ സെക്രട്ടറി, ഡയറക്ടർ അംഗങ്ങള്, പ്രിയ സ്റ്റാഫ് അംഗങ്ങള്, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യാപാരി വ്യവസായികളുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാര്,
ഇങ്ങനെയുള്ള പരിപാടിക്ക് വിളിച്ചതിന് പ്രത്യേകമായിട്ട് ഭക്ഷണ അസോസിയേഷന്റെ അതുപോലെ തന്നെ ബാങ്ക് ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ നമ്മൾ സ്വീകരിച്ചു വന്ന മാർക്കറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ചെയ്തില്ല പിന്നെ റൈസൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ജീവനക്കാരെയും ഈ ഓണത്തിന്റെ ആഘോഷ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ബഹുമാനായ രാമചന്ദ്ര സാറ് ഫർസനന്റെ ഭാരവാഹികള് 2008 ആദ്യം ഫീൽഡിൽ പോയത് ഞാൻ ആദ്യമായിട്ട് 2000 തുടങ്ങിയാലും ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും 1,20,000-ന് മുകളിൽ. 1,20,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 80 രൂപയാണ് വർദ്ധിച്ചത്. 15,030 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. 20 ദിവസത്തിനിടെ പവൻ വിലയിൽ 15,000 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് കാരണം. ഡോളർ ദുർബലമായതും അമേരിക്കൻ ബോണ്ട് ആദായത്തിലുണ്ടായ കുറവും സ്വർണത്തിന് കരുത്തേക്കി. US ഫെഡറൽ റിസർവിന്റെ പണപ്പെരുപ്പ ആശങ്കകളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. ചാലക്കുടി നഗരസഭയുടെയും പൗരാവലിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് കലാഭവൻ പാർക്കിൽ ബുധനാഴ്ച ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസങ്ങളിലായി നല്ലോണം എന്ന പേരിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ പരിപാടികൾ ആരംഭിക്കും. സ്റ്റേജ് ഷോ, നാടൻപാട്ട്, കൈകൊട്ടിക്കളി മത്സരം, ചാലക്കുടിയിലെ കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ഷോ തുടങ്ങിയവ നടക്കും. 6 മുതൽ 30 വരെ കലാഭവൻ മണി പാർക്കിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരസഭ പൗരാവലിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് ആഗസ്റ്റ് 26-ന് ആരംഭിക്കും. 5 ദിവസങ്ങളിലായി കലാഭവൻ മണി പാർക്കിൽ നടക്കുന്ന ചാലക്കുടിയിലെ നന്മോണം എന്ന പരിപാടി 30-ന് സമാപിക്കും. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6 മണി മുതൽ വിവിധ സ്റ്റേജ് പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ചാലക്കുടിയിലെ കലാകാരന്മാർ ഒന്നിച്ച് അണിനിരക്കുന്ന മെഗാ ഷോ, ഉന്നാട്ടം അവതരിപ്പിക്കുന്ന നാടൻപാട്ട്, അഖില കേരള കൈക്കുട്ടികളി മത്സരം, കലാസന്ധ്യ, സിനിമാറ്റിക് ഡാൻസ്, മ്യൂസിക് ബാൻഡ് എന്നിവയും ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മാർത്തോമ നസ്രാണി സംഘം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കാക്കനാട് കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ സദസ്സ് നടത്തി. വ്യാജരേഖ കേസ് മുന്നോട്ടു പോകുന്നതിനിടെ കോടതിയിൽ അനാവശ്യ തടസ്സവാദങ്ങൾ ഉയർത്തി കേസിലെ പ്രതി നേടിയ സ്റ്റേ ഉത്തരവ് ഒഴിവാക്കാൻ സർക്കാർ ഇടപെടുക, വ്യാജരേഖ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുക, സീറോ മലബാർ സഭ മെത്രാൻ സിനഡ് അധാർമികത വെടിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സദസ്സ് മാർത്തോമ നസ്രാണി സംഘം സെക്രട്ടറി ബ്രദർ ചെറിയാൻ കവലക്കൽ ഉദ്ഘാടനം ചെയ്തു. ആന്റണി പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ടെൻസൻ പുളിക്കൻ, റെമി പൗലോസ്, ജോയ് കൊഴുപ്പാൻ, സിറിയക് ജേക്കബ്, ജോമോൻ ആരക്കുഴ, മാർട്ടിൻ തേവർപാടം, കുര്യാക്കോസ് പഴയമടം, ജോസഫ് അമ്പലത്തിങ്കൽ, ലൂക്കോസ് നടുപ്പറമ്പിൽ, ഷൈബി പാപ്പച്ചൻ എന്നിവർ പ്രസംഗിച്ചു. സെപ്റ്റംബർ 11-ന് ദേശവ്യാപക ബാങ്ക് പണിമുടക്ക്. ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത ഫോറമായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. ബാങ്കിംഗ് പ്രവർത്തനം ആഴ്ചയിൽ 5 ദിവസമായി കുറയ്ക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നതിലെ കാലതാമസം, പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കി ഇൻസെന്റീവ് നൽകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ, പെൻഷൻ സംബന്ധമായ വിഷയം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 11 വെള്ളിയാഴ്ചയാണ്. സെപ്റ്റംബർ 12 രണ്ടാം ശനിയും സെപ്റ്റംബർ 13 ഞായറാഴ്ചയുമാണ്. ചില സംസ്ഥാനങ്ങളിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് സെപ്റ്റംബർ 14 തിങ്കളാഴ്ച ബാങ്ക് അവധിയാണ്. ഫലത്തിൽ 4 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കും. 9 ബാങ്കിലെ ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും യൂണിയനുകളുടെ സംയുക്ത ഫോറമാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ്. ഇതിനു പുറമെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ 28 മുതൽ 3 ദിവസത്തെ രാജ്യവ്യാപക പണിമുടക്ക് നടത്തുമെന്നും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അർദ്ധവാർഷിക കണക്കെടുപ്പ് സെപ്റ്റംബർ അവസാനമാണ്. ഈ സമയത്ത് പണിമുടക്ക് നടത്തിയാൽ അത് ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കും. തുടർന്നും ആവശ്യങ്ങൾ അംഗീകരിക്കും
അനുവദിക്കാൻ കേന്ദ്ര സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും തയ്യാറായില്ലെങ്കിൽ ഒക്ടോബർ 26 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. അങ്കമാലിയിൽ മുൻ നിയമസഭാ സ്പീക്കർ AP കുര്യന്റെ 25ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. CSA ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമുഖ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു AP കുര്യനെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയത എല്ലാ വിഭാഗത്തിനും ആപത്താണെന്നും വർഗീയതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ AP കുര്യന്റെ ജീവചരിത്രത്തെ അടിസ്ഥാനമാക്കി NK വേലായുധൻ എഴുതിയ സമരമാണ് ജീവിതം എന്ന പുസ്തകം പിണറായി വിജയനിൽ നിന്ന് CPM ജില്ലാ സെക്രട്ടറി സതീഷ് ഏറ്റുവാങ്ങി. CSA വൈസ് പ്രസിഡന്റ് KK ഷിബു അധ്യക്ഷത വഹിച്ചു. CSA ജനറൽ സെക്രട്ടറി ടോണി പറമ്പിൽ, മുൻ മന്ത്രിമാരായ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, S ശർമ്മ, മുൻ MLA PJ ജോയ്, സാജു പോൾ, മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, കുര്യൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ KP രജീഷ്, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, K ചാക്കോച്ചൻ, KN വിഷ്ണു മാസ്റ്റർ, KK കർണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെറുപ്പകാലത്ത് തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അതും ഇടതുപക്ഷ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൽ അംഗമായിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കേരളം മതനിരപേക്ഷതയുടെ വടതലമാണ്. ഇത് കഴിഞ്ഞാലുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ള സ്ഥിതി എന്താണ്? അവിടെ ഒരു ഭാഗത്ത് മുസ്ലിം ആക്രമിക്കപ്പെടുമ്പോൾ വേറെ ഭാഗത്ത് ക്രിസ്ത്യാനി ആക്രമിക്കപ്പെടുന്നു. ഇതാണ് വർഗീയതയുടെ ആപത്ത്. വർഗീയത എല്ലാ വിഭാഗങ്ങൾക്കും ആപത്തായിട്ടുള്ളതാണ്. എല്ലാ വർഗീയതയും ആപത്താണ്. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അവ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നവയാണ്. ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഗീയതയും വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുക എന്താണ് മതനിരപേക്ഷത എന്ന പൊതുവെ. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് സംഭവിക്കുന്നതിന്റെ ഭാഗമാണിതൊക്കെ. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ വലിയ പോരാട്ടമാണ് CSA തയ്യാറാക്കിയ സൗകര്യമാണ്. AP സ്മരണീയ കൂടിയാണ്. അവരെ കൊടുത്ത് സർട്ടിഫിക്കറ്റുകളുമാണ്. AP ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. 1927 സേവ ജനിക്കുന്നത്. 1948 ആലൂർ UC കോളേജിലെ ഇന്റർമീഡിയറ്റ് പഠനത്തിനിടയിൽ സ്റ്റുഡൻസ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അങ്കമാലി പോലെയൊരു പ്രദേശത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം വളർത്തിയെടുത്ത് അതിനടിത്തറമായി വളർത്തിയെടുത്ത പ്രമുഖനായിട്ടുള്ള സഖാവാണ് AP കുര്യൻ. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ സമ്മേളനവും ഓണക്കിറ്റ് വിതരണവും അങ്കമാലി വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MR ബേബി അധ്യക്ഷത വഹിച്ചു. അങ്കമാലി നഗരസഭ ചെയർപേഴ്സൺ റീത്ത പോൾ ഓണക്കിറ്റ് വിതരണം നടത്തി. CFK സംസ്ഥാന ചെയർമാൻ KG വിജയകുമാർ നായർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സക്കറിയ S. സേവ്യർ, ഗഫൂർ മുഹമ്മദ് ഹാജി, അങ്കമാലി നഗരസഭ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, BJP അങ്കമാലി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുഭാഷ്, CFK ജില്ലാ സെക്രട്ടറി ആരിഫ മുഹമ്മദ്, സംസ്ഥാന കോർഡിനേറ്റർ മുസൈഫ മജീദ് എന്നിവർ സംസാരിച്ചു. ഈ ഫെഡറേഷൻ അത് കേരളത്തിലെമ്പാടും പ്രവർത്തിച്ചു വരികയും പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം ജില്ലയിൽ എല്ലാ വർഷവും തന്നെ ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷവും ഫെഡറേഷൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിരുന്നു. ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കിറ്റുകൾ ഉൾപ്പെടെ ലഭ്യമാക്കിക്കൊണ്ട് ഈ ഓണക്കാലം അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണം സൗകര്യം ഒരുക്കുന്ന കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് കേരളയുടെ
മുഴുവൻ ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ ജില്ലാ സമ്മേളനത്തിന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ MR ബേബി ഉൾപ്പെടെയുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും 22/6/25 സെക്രട്ടറിയായ ആരിഫ മുഹമ്മദിനെയും ട്രഷററായി മനാഫ് ഏണാടിനെയും ഉൾപ്പെടെ 20 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. 22/6 ചാർജ് എടുത്ത ജില്ലാ കമ്മിറ്റി 24 എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് സ്ഥാപിച്ചു. അതിനുവേണ്ടി പ്രവർത്തിച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഈ സമ്മേളനത്തിൽ കിങ്ങിണി നഗറിലുള്ള പൊതുകുളം CFAയുടെ നേതൃത്വത്തിൽ ക്ലീൻ ചെയ്തു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് തിരുവോണ ദിവസമായ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രവും ശക്തമായ മഴയ്ക്ക് സാധ്യത. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവോണ ദിവസമായ ബുധനാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചാലക്കുടി, ഇരിഞ്ഞാലക്കുട താലൂക്കുകളെയും അങ്കമാലി മണ്ഡലത്തെയും ഉൾപ്പെടുത്തി ചാലക്കുടി ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള അതിർത്തിയായ മലക്കപ്പാറയിൽ നിന്ന് തൃശൂർ കളക്ടറേറ്റിലേക്ക് 135 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. മലക്കപ്പാറ, വാഴച്ചാൽ, അതിരപ്പള്ളി, സിൽവർസ്റ്റോം, ഡ്രീം വേൾഡ് എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ചാലക്കുടിയിലെ മലയോര മേഖലയുടെ വികസനത്തിനും എയിംസിനായി പരിഗണിക്കപ്പെടുന്ന കൊരട്ടിയുടെ വികസനത്തിനും പുതിയ ജില്ല വഴിയൊരുക്കുമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിക്കും സനീഷ് കുമാർ ജോസഫ് MLAയ്ക്കും നിവേദനം നൽകി. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വർഗീസ് പൊറായി, ഓമന ജോസ്, ബെന്നി നബേലി എന്നിവർ പ്രസംഗിച്ചു. എടക്കുന്ന് നെടുവേലി പൗലോസ് ഭാര്യ മേരി നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് എടക്കുന്ന് സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം പൂക്കളും കായ്ക്കളും കൊണ്ട് സമ്പന്നമാക്കി മേലൂർ കുറുപ്പത്തെ അനശ്വര കുടുംബശ്രീ. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി തൃശൂർ ജില്ലാ ടീമിന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി മാരാങ്കോട് ഉന്നതിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും 1,20,000 മുകളിൽ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മാർത്തോമ നസ്രാണി സംഘം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കാക്കനാട് കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ സദസ്സ് നടത്തി. സെപ്റ്റംബർ 11-ന് ദേശവ്യാപക ബാങ്ക് പണിമുടക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.